എന്താ നോട്ടം, ആ നോട്ടത്തിന് കൊടുക്കണം പൈസ അല്ലേ. ഏട്ടൻ കടയ്ക്ക് പോയപ്പോൾ അവല്ലേ അച്ചാക്ക് മുട്ടായി വേണം പറഞ്ഞിട്ട് ഓടി. അപ്പോൾ ഒന്ന് തെറ്റിയിട്ടോ. അപ്പോൾ അവനൊരു മുട്ടായി അല്ലേ ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് കൊടുത്താണ്. അപ്പം നമ്മുടെ അടുക്കളയിലേ ഇത്രയും ദിവസം നമ്മൾ ഇറച്ചിയായിട്ടോ മീനായിട്ടോ ഒന്നും വെച്ചിട്ടില്ല കേട്ടാ. മീന് നിറച്ചി. ഇന്നപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു എന്നറിയോ, ഒരു നോണ് വെക്കാന്ന്. കുറേ ദിവസമായി മക്കൾ ചോദിക്കുന്നു. എവിടേക്ക്? 7 മണിക്കല്ലേ പോകുള്ളൂ. ഇപ്പോൾ ഉച്ചയ്ക്ക് ആവണേ ഉള്ളൂ. ഈ ഉച്ചയ്ക്ക് തന്നെ ഈ പോകും സ്കൂൾ. 5 മണിക്ക് ഇതിൻ്റെ അച്ഛൻ പണി മാറ്റി വരുമോ? എന്താണ് സ്കൂളിൽ ഇന്ന് ആനുവൽ ഡേ അല്ലേ. കിച്ചുവിനും പോണമെന്നാ പറയുന്നത്. കിച്ചുവും കുഞ്ഞനും പോവുക അത്ര ഏട്ടാ. ഡാൻസിന് ചേർന്നിട്ടുണ്ടോ? കുഞ്ഞിന് ചേർന്നിട്ടുണ്ടോ ഡാൻസിന്? ആരും ചേർന്നിട്ടില്ല. അസും വിനോദ് മാത്രമേ ചേർന്നിട്ടുള്ളൂ. ആദ്യം ചേർന്നോ? ഇപ്പം ചെറിയ ഉള്ളി കേട്ടോ എടുത്തേക്കണത്. ഞാൻ വിചാരിച്ചു ചെറിയ ഉള്ളി തികയില്ല വിചാരിച്ചിട്ട് 2 വലിയ ഉള്ളി എടുത്താണ്. ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഏട്ടാ. എന്ത് സാധനത്തിനും അല്ലേ. പക്ഷെ അത് നേരെയൊക്കെ കുറച്ചൊരു പണിയാണ്. കൈ കൂടെ ആവണ്ട ക്രീം കൈ കൂടെ ആവണം. കൈ കൂടെ മേത്തക്കൂടെ ഒക്കെ ആവണത് തിന്നുമ്പോഴേ. ഇന്നിപ്പോൾ നമ്മുടെ പെൺകുട്ടികൾ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. ചെക്കൻ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ കുറേ കൂട്ടുകാർക്ക് അറിയില്ല അമ്മൂൻ്റെ പേരെന്താന്ന്. അമ്മൂൻ്റെ പേര് അപർണ എന്നാണ് കേട്ടോ. അപർണ അനിൽ. പിന്നെ അച്ചുവിൻ്റെ പേര് ആർച്ച അനിൽ. കിച്ചുട്ടൻ്റെ പേര് അനുരാഗ് അനിൽ എന്നാണ് കേട്ടോ കിച്ചുവിൻ്റെ പേര്. കുഞ്ഞൻ്റെ പേര് പറഞ്ഞു കൊടുക്ക്. ആത്മജ് KS. കുഞ്ഞുണ്ണിയുടെ പേര് പറഞ്ഞു കൊടുക്ക്. പറ. KS ഒന്നും വേണ്ട, ഇൻഷ്യലൊന്നും വേണ്ട. ഇനി പൊന്നാരുടെ പേരെന്താ? ആർജിത്തോ? എല്ലാരും ഒരു പേരാണ്. ആരുഷ്. പറ എന്താ പൊന്നിന്റെ പേരെന്താ? അതാണ് ആരുഷ്. കണ്ടോ, ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെ പേരും വെച്ചിട്ടാണ് കേട്ടോ. കുഞ്ഞൻ്റെ പേര് ആർക്ക് ഇഷ്ടമായിട്ട് എടുത്ത കുഞ്ഞൻ്റെ പേര് വലിയച്ഛന് ഇഷ്ടമായിട്ട് എടുത്ത പേരാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ പേരിടുക ഏട്ടനാണ് പേരിൻ്റെയൊക്കെ സെലക്ഷൻ അറിയുള്ളൂ. ഞാൻ എൻ്റെ കിച്ചുവിൻ്റെ പേരില്ലേ, അച്ചുവിൻ്റെ പേര് ഞാനാട്ടോട്ട് അതിന് ഞാൻ സമ്മതിച്ചില്ല. അച്ചുവിൻ്റെ പേര് ആർച്ച എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഇട്ട പേരാണ്. അതിൽ ആർച്ച എന്ന് ഇടുന്ന സമയത്ത് എന്തായിട്ടാ കുറേ അമ്മൂൻ്റെ ശരിക്കുള്ള പേര് ഇടാൻ നിന്നത് നമ്മൾ അനാമിക എന്നാണ്. അപ്പോൾ അനാമിക എന്ന് പറഞ്ഞപ്പോൾ അന്ന് ആ സമയത്ത് എന്താ അതിന് ആർക്കും ഇഷ്ടമായില്ല അല്ലേട്ടാ അനാമിക എന്ന് പറഞ്ഞപ്പോൾ. കാരണം അനിയേട്ടൻ്റെ പേര് എൻ്റെ കൂടെ ചേർന്നിട്ട് വരുമല്ലോ, അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അപർണ എന്നിട്ട് അതിൽ പ്രസീതത്തെ പായും ഉണ്ട്, അനിയേട്ടൻ്റെ പേരിൻ്റെ ആയും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എന്താക്കി അപർണ അനിൽ എന്നാക്കിട്ടോ. അപർണ എന്നാക്കി ആദ്യം. പിന്നെ പാർവതി ദേവിയുടെ പേരാണ് അപർണ എന്നുള്ളത്. കുഞ്ഞുണ്ണിയുടെ പേര് എന്താ? അച്ഛനിലെ ആയും പിന്നെ അമ്മയത്തെ മായോടെ എന്താ എന്താ അമ്മച്ചനോ? അപ്പതാ ഉള്ളി ഇത്ര മതി കേട്ടോ. ഇത്ര ചെറിയ ഉള്ളി. പിന്നെ ഇഞ്ചി ഉണ്ടായിരുന്നില്ല കടയ്ക്ക്. ഇതാണ്ടോ കുറച്ച് ചുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്ത് വെച്ച്. എന്താണ് കുളി കഴിഞ്ഞ മകനെ? തുണികൾ അവിടെ കൊണ്ടുപോയി തോരട്. എന്താ ചിരിക്കണത്? ആൺകുട്ടികളൊക്കെ പണിയെടുക്കണം. തുണി തിരുമ്പിയിട്ടുണ്ട്. കിച്ചു കൊണ്ട് എന്താണ്? ഒന്നുമില്ല കുഞ്ഞ പോയി. കണ്ടോ, ഞാനിപ്പോൾ വരാത്. കുട്ടി ചെയ്യണ്ട പണി പറയാൻ പാടില്ല. അതല്ലടാ ഉണ്ണി, ഇതാ ഈ ബക്കറ്റിൽ കിടക്കണുണ്ടോ? അവിടെ തെങ്ങിന്റെ ചോട്ടിൽ വെച്ചാ മതി. ഇനി ഉണ്ടല്ലോ ക്രീം ബിസ്ക്കറ്റ് ഇനി ഉണ്ടല്ലോ. കിച്ചുട്ടന് കൊടുത്തില്ല, കിച്ചുട്ടന് കൊടുക്കണ്ടായില്ല കേട്ടാ. ബിസ്ക്കറ്റിന് വാങ്ങിട്ട് വരാം കേട്ടോ. എന്റെ കുപ്പായത്ത് കൂടെ ആക്കണ്ട. ഇതില്ലേ എന്താ ചോറ് ഊറ്റുമ്പോഴേ കരി കുപ്പായത്ത് കൂടെ ആക്കില്ല, കുപ്പായത്ത് കൂടെ ആക്കി മുണ്ട് കൂടെ ആക്കില്ലടാ.
നമുക്ക് ഇവിടെ ചോറ് ഊറ്റാനുള്ള വെക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു ചിലയിടത്ത് കണ്ടിട്ടില്ല ഇങ്ങനെ താഴ്ത്തിയിട്ട്, പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള സ്ഥലമില്ല പറഞ്ഞു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഊറ്റുകയാണ് പറഞ്ഞു വെച്ചാലും കുട്ടികളെ പേടിച്ചിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഊറ്റാനും പറ്റില്ല. കാരണം ഇവിടെ പൊന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് എത്തി നോക്കണതാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാകുമ്പോൾ ഈ പിള്ളത്തിൻ്റെ മൊത്തം ചളിയാവില്ലേ, അത് കാരണം ഇങ്ങനെ ഒരു കടലാസ് വെച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ടാണ് ചോറ് ഊറ്റുക. ഐസ് വരുന്ന ഐസ് കുഞ്ഞുണ്ണി ഐസ് വരുന്നടാ, ഐസ് വരുന്നടാ, ഉണ്ടോ കണ്ടോ? അടിയിട്ടും പോണ്ട, ചുമ വരും വേണ്ട വേണ്ട. കേച്ചുട്ടാ അത് കൊണ്ടുപോയി തോരയിട്. ഇതാ ഇവിടെ ബക്കറ്റിലിരിക്കുന്ന തുണിയേ എൻ്റെ പൈസ ഇത് കേട്ടോ ഇടാൻ പറ്റിയത്. നെയ്പ്പ് മാറ്റിക്കോ, നെയ്പ്പ് വേണ്ട. ഇത് പാടില്ല. ഒരു പാത്രം എടുക്കടി, അതിലിടാം. വേണ്ടാത്ത എന്തിനാലേ, വേണ്ടത് മാത്രം മതി ഞങ്ങൾക്ക്. ഞാനിത് ഇത്ര നേരം നോക്കിയില്ല, അല്ലെങ്കിൽ ഞാൻ സുഗന്യനെ കൊണ്ടത് നേരേക്കായിരുന്നു. ഞാനിത് ചെറുതാക്കിയെന്ന് വിചാരിച്ചേ. കത്തി പക്ഷെ പടപ്പം കത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടു. സത്യം അറിയിച്ചല്ലേ, എനിക്കിത് നേരേക്കണത് പിടിക്കാത്ത കാര്യം കേട്ടോ. പിന്നെ സുകന്യ കുളി കഴിഞ്ഞല്ലേ വിചാരിച്ചു. എൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ നേരത്തെ കുളിച്ചു. ഇനി നാളെ മുതൽ ജിമ്മിൽ നിന്ന് വന്നത് കുളിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അപ്പയ്ക്ക് ഓരോ പണികളാവും. കുളിച്ച് കഴിഞ്ഞാൽ വെച്ചാൽ ഒരു സുഖം കേട്ടോ. രാവിലെ നേരത്തെ എൻ്റെ അമ്മ പറഞ്ഞത് കുളിച്ചിട്ട് അടുക്കളയിൽ കയറിയാൽ മതി. ഈ നീർക്കെട്ടും എല്ലാ അസുഖങ്ങളും ഉള്ളതും കൊണ്ടില്ലേ, രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചക്കുള്ള തലവേദന മൈഗ്രെയിൻ്റെ വരാൻ തുടങ്ങും. പിന്നെ ഇങ്ങനെ കുളിക്കണത്. ഇതെന്താ ഇവർ ഫുള്ള് എല്ല് വെട്ടി തന്നേക്കണത്? ഒന്നും പറയണ്ട അല്ലേ. കുറച്ച് കപ്പ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കാം. അല്ലെങ്കിൽ വയറ് ചീർത്തിട്ടിരിക്കുന്നത് എന്തെങ്കിലും ഗ്യാസ് കിട്ടുന്നുണ്ടാവും. ഇന്നലെ ഇതേപോലെ 4 മണിയാകുമ്പോൾ ഒരു മുട്ട തിന്നു പുലർച്ചെ. ഞാൻ ഇന്നലെ ഫുള്ളും കൃതി കൊട്ടക്കണം. ഞാൻ വിചാരിച്ചു എനിക്ക് നെഞ്ചുവേദനയൊക്കെ വരുന്നുണ്ടോ, അറ്റാക്ക് വരുന്നുണ്ടോ ഭഗവാനേന്ന്. അങ്ങനെ ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല ആകപ്പാടെ. സൂര്യനെ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ച എടി അവിടുന്ന് ഇതും കൂടി എടുത്തിട്ട് വന്നാ സ്റ്റീലിൻ്റെ ഉരുളി. ചെറുത് മതി, അതിൽ ഉണ്ടാക്കാനുള്ളേ ഉള്ളൂ. അപ്പോഴേ ഇതാ കണ്ടോ, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള റജിലത്താത്ത കൊണ്ടുവന്നതാണ് കേട്ടത് ചിരവ. അപ്പോൾ എന്തല്ലാത്തതെന്ന് പറഞ്ഞിട്ട് ഇതൊരു ഉപകാരമായിട്ടോ സംഭവം അല്ലേ. ഇതാ കണ്ട ചിരവ, ഞാൻ ഇരുന്ന് ചിരവണമെന്ന് പറയില്ലേ, കണ്ട നമുക്ക് ഇവിടെ ഇരുന്ന് ചിരവ അല്ലേ. എനിക്കിങ്ങനെ ഇരുന്ന് ചിരവ മതി, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ചിരവ കണ്ട സൂ റജില താത്ത തന്നത് ചിരവ. എവിടെ ചെക്കൻ? സുകന്യ ഇപ്പൊ പേടിച്ചിട്ട് ഓടും. നീ ഇങ്ങനെ അവനെ പേടിച്ചിട്ട് ഓടി എങ്ങനെ ശരിയാവോ സുകന്യ? നീ ഇങ്ങോട്ട് വായ, അവൻ വന്നോളൂ. ആ റോട്ടിൽ വേണ്ട 2 മണിയുടെ ബസ് വരാറായി. ഞങ്ങളേ 2 മണിയാവാറായിട്ടോ. ഇത്ര നേരം ഞങ്ങൾ വർത്താനം പറഞ്ഞ് നിന്ന് കുറച്ച് കേട്ടേ കുറച്ച്. അതിനെ പോയി എടുത്തിട്ട് ഇങ്ങോട്ട് വാ. കുരുമുളക് അപ്പം എപ്പോഴും വെക്കണ പോലെ വെക്കണ്ട കേട്ടോ. മല്ലിയും മുളകും വറുത്തരച്ച് വെക്കാം അല്ലേ. അമ്മച്ചി തരുമോടി? എന്താണ് ഈ ചെക്കൻ എന്തൊക്കെ കാണിക്കുന്നത്? നമ്മുടെ സമയം കുറച്ച് വൈകിട്ടോ. ചോറ് കഴിക്കണമെങ്കിൽ ഉപ്പേരി ഉണ്ട്, മീൻ വറുത്തതുണ്ട്. എന്ത് ഇങ്ങനെ എല്ലാരും വണ്ടി വാങ്ങി പൊട്ടിക്കും. ആരെങ്കിലും മാറ്റി വെച്ച് അവനത് വേണേ, അവന്റെ വണ്ടി പൊട്ടിക്കും, എന്നിട്ട് ബാക്കിയുള്ളവർ വണ്ടി പൊട്ടിക്കും. എന്നിട്ട് പഴെടുത്തെടുക്ക്, ഒരു പഴെടുത്തെടുക്ക് അവിടെ പഴം എടുത്തെടുക്ക്.
പോരെ തോക്ക് ഇല്ലേട്ടാ തോക്ക് അതിനൊരു പഴത്തോർ കുട്ടിക്ക് പഴം വേണോ? അപ്പൊ തുടങ്ങല്ലേ? എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട് കുറച്ച്. എണ്ണ അതിലടി വേസ്റ്റ് ഇടാനാണേ. അവൻ അറിയാതെ എവിടെ എന്തൊക്കെ ചെയ്യണ്ടെന്നുള്ളത് നമുക്കറിയില്ല. ചേ കുറച്ചു നേരം കടക്കേണ്ട സമയമാണ് സുകന്യയുടെ. സു ഈ വെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളം ആക്ക് കേട്ടോ. അപ്പം ഈ വെള്ളം മാറ്റിയിട്ടേ മല്ലി എന്താ മുളക് കേട്ടോ ഒന്ന് ചൂടാവട്ടെ. എന്താ പൊന്നേ എന്താണ്? ആ പട്ട ഗ്രാമ്പു പിന്നെ കുറച്ച് പെരിഞ്ജീരകം ഇതാ ഇതും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ വറുത്തെടുക്കും. നമ്മളില്ലേ മുളക് ആദ്യം ഇടണില്ല കേട്ടോ, മല്ലി എടുത്തേ ആദ്യം. വെറുതെ വേണമെങ്കിലും വറുക്കാം. ഞാനിങ്ങനെ ഗ്യാസിൽ നേരത്തെ വറുത്താൽ മതിയായിരുന്നു. അപ്പോൾ വറുത്താനത്തിൽ നിന്നു. ഇതൊന്ന് കത്തിയിട്ട് ഒന്ന് ചൂടാവും ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ശരിക്കില്ലേ ഇങ്ങനെ ഈ മുളകും മല്ലിയൊക്കെ വറുത്തരച്ചിട്ട് ചിക്കൻ വെക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അല്ലേ ഏട്ടാ? നമ്മൾ പൊടി പൊടിപ്പിച്ചതാണ്, എന്നാലും അതിനേക്കാളും ടേസ്റ്റാണത്. അത് ഇവിടെ അതിൻ്റെ ഉള്ളിൽ കാറ്റ് വീശിയല്ലേ ഇപ്പൊ വരുന്നുണ്ടോ? നല്ല മണം വരുന്നില്ലേ മല്ലിമുക്കണേന്റെ? എന്താടി വൈകുന്നേരത്തെ കുറച്ച് ബിരിയാണി അരി 1.5 കിലോന്റെ അരി ഉണ്ട് ഇല്ലേ ഇവിടെ അവിടെ? അത് പക്ഷേ എന്താ പൊന്നാ ബിരിയാണി അരി ഉണ്ട് അവിടെ? എന്താ ബിരിയാണി അരി ഉണ്ട് അവിടെ? ഇതൊന്ന് നല്ല പോലെ മിക്സിയിൽ അരച്ചെടുക്കട്ടെ. ഇത് കുരുമുളക് പൊടിച്ചതാണ്. അപ്പം ഞാൻ കുരുമുളക് എന്താടി ഫോണ് കേടുവന്ന് പറഞ്ഞപ്പോഴേക്കും ഫോണ് നേരേക്ക് കൊണ്ടുവന്ന് കെട്ടിവൻ. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? സ്നേഹമുണ്ട് കേട്ടോ. എന്നിട്ട് ചുക്കുവെള്ളപ്പൊടി ഇട്ടാവ വെള്ളത്തിൽ, എന്നത് തിളയ്ക്കും. ചൂടുവെള്ളം മതിയോ? അത് നീയല്ലാതെ ആ ചെക്കനെ ഫോൺ കൊടുക്കുവോ? ഇല്ലേട്ടാ എന്റെ ഫോൺ അവൻ തന്നെ കേട് വേറെ ആരും ആവശ്യമില്ല. എങ്ങനെ പറയേ ബാക്കിയുള്ളവന് കേടെത്തി ഇത് കൂടെ ഇങ്ങനെ വെക്കാൻ സ്ഥലമുള്ളത് കൊണ്ടേ എല്ലാ സാധനവും ഇത് കൂടെ തന്നെ നിരക്കൂട്ടോ. എന്നിട്ട് നീ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് കൊണ്ടുവയ്ക്കലേ ഉണ്ടാവുള്ളൂ. ഇതാ നമ്മുടെ ഇറച്ചി ഇതാണ്ടില്ലേ. ഇനി ഇതിൽ നമ്മൾ അരച്ച് വെച്ചതില്ലേ ഒഴിച്ചു. അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുന്നു. വെറുതെ സുകന്യ ഓരോരുത്തർ ഇരിക്കുന്നതേ കുട്ടിക്ക് ഇഷ്ടമല്ല. എന്താടാ ചെക്കാ നീ ഇങ്ങനെ? എന്താ നീ ഇങ്ങനെ പോക്രി?
ഇല്ലേട്ടാ ഇതേ മഞ്ഞപ്പൊടി ഇട്ടേട്ടോ. ഇതാ മഞ്ഞപ്പൊടി. ഇനി നമ്മളില്ലേ നല്ല പോലെ ഇളക്കി 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 അല്ലേ. എന്താണ് പിറങ്ങാണ്ടി കാണിക്കുന്നത്? ഉപ്പും കൂടി നമ്മളില്ലേ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. കല്ലുപ്പ്. അടി വേണോ? ഇതില് ഉണ്ടായിരുന്ന സ്പൂണൊക്കെ ആരെടുത്താണോ? ഒരാഴ്ച ഉപ്പ് എവിടെ ഇവിടെ ഇല്ല. ഉണ്ട്, ഞാൻ കൊണ്ടുവച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? ഞാൻ ഉണ്ട്, കല്ലുപ്പുണ്ട് കേട്ടോ. ഇതിവിടെ നിന്ന് ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്കില്ലേ തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചാലോ? കൈയായിട്ട് വട്ടെ. പൊന്നാ എന്നാ പഴം എടുത്തോന്നാ. ബിക്കറ്റ് തോട്ടച്ച. വെള്ളം നല്ല പോലെ ചൂടായി. ഇനി നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ. തിളച്ചേക്കണ വെള്ളം ഇവിടെ വെച്ച. ഇത് ചട്ടി എപ്പോൾ വെച്ചിട്ടില്ല പറഞ്ഞു വെച്ചാൽ പുക അങ്ങോട്ട് വരും കേട്ടോ. ഇല്ലെങ്കിൽ പുക അങ്ങോട്ട് പോകും. നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഴം ഉണ്ടല്ലോ, പഴം എടുത്ത് കൊടുക്കുന്ന കേട്ടോ. നിങ്ങളൊന്ന് ചൂടാക്കട്ടോ. നിനക്ക് വേണോ പഴം? ആ 20 ഉറുപ്പ്യ. ഇന്ന് ഹരിതകർമ്മസേനക്കാർ വന്നപ്പോഴേ ചില്ലറല്ലാണ്ട് നമ്മുടെ കുഞ്ഞൻ്റെ അടുത്ത് കേട്ടാ. എന്നാ ഹരിതകർമ്മസേനക്കാർ വന്നപ്പോഴേ കുഞ്ഞൻ്റെ അടുത്തുന്നേ കുഞ്ഞൻ്റെ അടുത്തുന്നേ ഹരിതകർമ്മസേനക്കാർ വരുമ്പോഴേ കുഞ്ഞൻ്റെ അടുത്തുനിന്ന് ഒരു 50 രൂപ വാങ്ങി. കുറേ നേരമായി കുഞ്ഞൻ. അല്ലേമ്മ പൈസല്ലേ? ഇത് നമ്മുടെ വത്സലെടുത്തി തന്നതാട്ടോ. ഇടിച്ചക്ക കണ്ടോ? അവർ ഒരു മുറി എടുത്ത് പകുതി ഒരു മുറി നമുക്കും തന്നു കേട്ടോ. അത് ഉപ്പേരി വയ്ക്കണം എന്നില്ല. ഇനി നാളെ ഉപ്പേരി വയ്ക്കാന്ന് വിചാരിച്ചേ. പോരെ ഇന്നിപ്പോൾ നമ്മൾ ഉപ്പേരി ബീട്രൂട്ട് ക്യാരറ്റും മുട്ടക്രോസും പാടെ ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് വേണ്ടാന്ന് വിചാരിച്ചു. ഇനി വൈകുന്നേരത്ത് നമ്മൾ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ കുഞ്ഞോ ഇതവിടെ കഴുകാനുള്ളടത്ത് കൊണ്ടേക്ക്. ഇവിടെ ഇരുന്ന് ചായ കുടിച്ചിട്ട് ഈ ചായ ഗ്ലാസ് കഴുകാനുള്ളടത്ത് കൊണ്ടുവച്ചാ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. കുഞ്ഞൻ നിന്നെ ചോദിക്കുക. എവിടേക്കാ പോയിന്ന് പറഞ്ഞു കൊടുക്കുക, ഏത് നാട്ടിക്കാന്നുള്ളത്. കുഞ്ഞാ അമ്മ കാണ്ടേലാ. അവർക്കില്ലേ ഇല്ലെങ്കിൽ അവര് ഇങ്ങനെ അവനില്ലേ ഇതാ ഒരു കോഴിമുട്ട പൊരിച്ചു കൊടുത്തന്നാ. എന്താ എന്റെ പ്രശ്നം? എന്താ പൊന്നു, എന്താ വേണ്ട? ചക്കേ അത് നല്ല പഴുക്കട്ടടാ, നല്ല പഴുക്കട്ടേ. മിണ്ടിയ കുട്ടി പറയുന്ന ഒരു വാക്കാണ്. അത് പച്ചയണേ, നല്ല പഴുക്കട്ടേ. അത് പച്ചയണേ, മുളഞ്ഞു വരുന്നുണ്ടോ? മുളഞ്ഞ കയ്യിലാവും. ഇനി വീട്ടിലത്തെ അമ്മ വരുമ്പോഴേ നമുക്ക് പത്തിരി ഉണ്ടാക്കണം അല്ലേ? സുകന്യ പരത്തും, ഞാൻ കുഴയ്ക്കും, അമ്മ ചൂടും. പറ്റില്ലേ? പത്തിരി
എന്താ പറ്റാണ്ട്? പച്ച നമ്മളിതിക്ക് ഇറച്ചി തട്ടി കൊടുക്കുന്നുണ്ട്. ഈ ഇറച്ചിയില്ലേ നമ്മുടെ അമ്മു കഴിക്കില്ല കേട്ടോ. അതും കൊണ്ട് ഇനിയിപ്പോൾ അമ്മൂട്ടിക്ക് ഇന്ന് വേണ്ടാന്ന് പറഞ്ഞ് നാളെ അമ്മുവിന് വേറെ, അവൾക്ക് ചിക്കൻ അല്ലാതെ വേറൊരു ഇറച്ചി പറ്റില്ല. ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ കയറ്റുന്നത്. ഇത് കുറച്ച് മട്ടനാണ് കേട്ടോ, മട്ടൻ വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ കുറേ ആയി വാങ്ങിയിട്ട്. ഒന്ന് ഇത് കുട്ടികൾ കഴിക്കുന്നത് നല്ലതല്ലേ, പക്ഷെ അതിന് പറഞ്ഞിട്ട് എന്താ കാര്യമില്ല. സൂര്യ മട്ടൻ കഴിക്കില്ല അവർ. അതേപോലെ ബീഫാണ് പറഞ്ഞു വെച്ചാൽ അങ്ങനെ കഴിക്കില്ല. ഇത് പെൺകുട്ടികൾ നമ്മളെപ്പോഴും വാങ്ങില്ല. ഇടുപ്പ് വേദന ചെയ്യുമ്പോൾ ഇടുപ്പ് വേദനയുടെ ആടിൻ്റെ ഇടുപ്പ് സൂപ്പ് വെച്ച് കുടിച്ചാൽ നല്ലതല്ലേ. അപ്പം അങ്ങനെ വാങ്ങുമ്പോൾ കുറച്ച് സൂപ്പ് കുടിക്കുന്ന ആൾക്കാർക്ക് സൂപ്പും ചിക്കൻ ഇറച്ചി കഴിക്കുന്നവർക്ക് ഇത് കിട്ടുമ്പോൾ കുറച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്താ 1/2 കിലോനാണോ വെച്ചാൽ ഇനി ഇതിൽ ഉരുളക്കിഴങ്ങൊന്നും കൂട്ടണില്ല. അല്ലെങ്കിൽ ഞാൻ ഉരുളക്കിഴങ്ങ് കൂട്ടും. നമുക്ക് കുറച്ച് ഇതിൽ തന്നെ കണ്ടോ, അതിൻ്റെ എല്ലൊക്കെ ഇതിൽ കൊത്തിയിട്ടൊക്കെ കേട്ടോ. എങ്ങനെയുണ്ട് സുകന്യെ? സൂപ്പ് ഉണ്ടാക്കുക ഞാൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അത്ര വലിയ നിശ്ചയമില്ല കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത്. പക്ഷെ അമ്മയാണ് സൂപ്പ് ഉണ്ടാക്കി തരാറ്. അപ്പം അമ്മ ഇല്ലല്ലോ. അപ്പം അമ്മ പറഞ്ഞു ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞതാണല്ലേ, ഇത് കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞേ. അപ്പം അമ്മ പറഞ്ഞു നിങ്ങൾ ഉണ്ടാക്കിക്കോളി, എന്നറിയണ പോലെ ഉണ്ടാക്കി കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും ഉണ്ടാക്കി കഴിക്കട്ടെ. ഇതാ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കണത്. ഇനി ഒന്ന് നല്ല രീതിയിൽ ഇതാ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടപ്പ് പോയി എടുത്തിട്ട് വരട്ടെ. ഗ്രേവി ആയിട്ടാണ് വേണ്ടത്, കുറച്ച് ചാറായിട്ടാണ് വേണ്ടത്. ഇത്ര മതിയില്ലേ, ഇനിയും വേണോ? ഇവിടെ പിന്നെ എങ്ങനെയാണെന്നറിയോ, നല്ല നീട്ടിയിട്ടുണ്ടാക്കിയാലും ഇവരിത് കൂട്ടി ചോറിനതാണ് കേട്ടോ. അപ്പം അതാ ഇത്രയാക്കി. ഇത് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് സൂപ്പ് കഴുകാൻ പോവുക. എന്നാ ഇതും കൂടി ഉണ്ട്, അതോടെ നമ്മുടെ പണിയും കഴിയുമല്ലോ. അപ്പോഴേ ഇതാ കണ്ടോ, വന്ന് കാണിച്ചു കൊടുക്കും. കണ്ടോ കുറച്ച് ചാറുണ്ട് കേട്ടോ, ഒരുപാടില്ല, കുറച്ച്. ഇതാ അപ്പോൾ നമ്മുടെ കറി ആയിട്ടോ. ഇതാണ്ടില്ലേ ഇതിൽ എല്ലുകൾ കണ്ടോ, അധികം കാണുന്നതേ കണ്ട എല്ലുകളാണ് നമ്മളില്ലേ. പക്ഷേ അത് വെക്കാൻ വേണ്ടിയിട്ടാണതേ. കണ്ട കറിവേപ്പില അതാ അവിടെ ഉള്ളതൊക്കെ പോയിട്ടാ, അല്ലെങ്കിൽ കറിവേപ്പിൻ്റെ ഇടുന്ന. സുകന്യ അവിടെ പപ്പടം കാച്ചുണ്ട്. അപ്പോൾ അതാ ചോറ് കഴിക്കണ്ടേ, ഇതാ ചോറ് കഴിക്കണ്ടേന്ന്. അപ്പം ഞാൻ ഇതാ ചുക്കുവെള്ളത്തിനുള്ളത് അടുപ്പത്ത് വെച്ച് ചകിരി ഓരോ പപ്പടവും കാച്ചി ഞാൻ അവിടെ നിന്ന് പോയിട്ട് ഉപ്പേരി എടുത്തിട്ട് വരട്ടെ സൂന്യെ. ഉപ്പേരി അല്ലെങ്കിൽ എന്താണെന്നറിയോ, ആ ഉപ്പേരി ആരും കഴിക്കില്ല. പിന്നെ അങ്ങനെ വെക്കും. ഇത് ചുക്കുവെള്ളത്തിനുള്ളത് ഇതിങ്ങനെ കടന്ന് ഇങ്ങനെ ആയിക്കോളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ഈ വെള്ളം എടുത്തും കൂടെ വെച്ചാൽ മതിയല്ലോ. ഓ തരേ ചോറ് ഇതാ പപ്പടം കൂടി കാച്ചാണ്. ഓടി നമുക്ക് എല്ലാവരും കഴിക്കുക. ഓ പപ്പടായോ? പപ്പടം അതെടുത്ത് വെച്ച പാത്രങ്ങൾ ഒന്നും കൂടി ഒന്ന് കഴുകട്ടെ. കുഞ്ഞുണ്ണി കുഞ്ഞനൊക്കെ ഇരുന്നോളിയും, വാ ചോറ് തരാം. നിനക്ക് വേണ്ടേ? ഈ പ്ലേറ്റിൽ ചോറിനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്താ പറയുക, കുട്ടികൾ കഴിക്കുമ്പോൾ കുട്ടികളില്ലേ പകുതി ഇങ്ങോട്ട് കളയുവാണേ. നല്ല വലിപ്പമുണ്ട്, നല്ല വലിപ്പമുണ്ട്. നല്ല എന്താ അച്ഛൻ്റെ അച്ഛ എന്താ പിന്നെ
അവന് ഫോണിന്റെ നെറ്റ് കഴിഞ്ഞിട്ട് വേണ്ട കളറൊക്കെ ചോറ് കറി ഇനി കഴിക്കാനുള്ള ആൾക്കാർ ഇത് ഇനിയിപ്പോൾ അച്ഛനും അമ്മൂനും വേറെ വായോ കുഞ്ഞോ വലിയ ഇവിടെ കുട്ടിപ്പുറത്തിരിക്കും എടപ്പുറത്തിരിക്കടാ ഉണ്ണിയെ അപ്പുറത്തിരിക്കും കുഞ്ഞാ. എന്നാലല്ലേ ഓർഡർ അനുസരിച്ച് ചോറ് തരാനാണ് വാ അവിടെ എന്താണ് അവിടെ ഇരിക്കുന്നത്? പുറത്തിരിക്കുക അപ്പൊ വലിയമ്മയ്ക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടി കുട്ടറമ്മയ്ക്ക് എന്തോ സൂന്യ മതിയടി പപ്പടം ഇപ്പൊ തരാട്ടോ. മാമിട്ടിട്ട് വെച്ചേരാട്ടോ. മാമിട്ടിട്ട് വെച്ചേരാട്ടോ. അതെന്താന്നറിയോ കഴിച്ചിട്ട് കൊടുക്കാട്ടോ സുകന്യ മാമുണ്ട് വെറുതെ വെച്ചേരാ. വെച്ചേരടാ നെറ്റ് വെച്ചേരേ. ഏട്ടാ സുകന്യ ഇരുന്നടി എന്താണ് ഏട്ടാ കുഞ്ഞുണ്ണി ആദ്യമായിട്ട് കറി ചോദിക്കണം വേണോ കഷ്ണം അയ്യോ അത്രയും കഴിക്കണം. അതതിലുണ്ട്. ഇനി വേറെ പാത്രം തട്ടെ കുട്ടി ചോപ്പ് പാത്രം മഞ്ഞ വേണ്ട അവന് ചോറ് കൊടുക്കട്ടെ ഞങ്ങൾ കഴിക്കട്ടെ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം എങ്ങനെയുണ്ട് കറി